രാജകുമാരിയെ നാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണം കൂടിയുണ്ട്. നോക്കൂ, ഇവൻ നമ്മെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ത് സാഹചര്യം കൊണ്ടോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് സംസാരിച്ചറിഞ്ഞോളൂ. നിങ്ങളുടെ ഈ വിഷയത്തിലേക്ക് നമ്മെ ഉൾപ്പെടുത്താൻ ശ്രമിക്കരുത്. നാം നിങ്ങളോട് വീണ്ടും വീണ്ടും ഒരേ കാര്യം മാത്രം പറയുകയാ, നാം നിങ്ങളുടെ ശത്രുവല്ല. നമ്മുടെ പ്രതിസന്ധികൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? നമ്മെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ, നമ്മെ പോകാൻ അനുവദിക്കൂ. സംയമനത്തിന് ഒരു പരിധിയുണ്ടെന്ന് മനസ്സിലാക്കണം രഘുരാജ്. സംയമനം? സംയമനമോ? ശത്രുവിന്റെ ദൗർബല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ശത്രുവിന്റെ പുത്രിയെ എടുത്തുകൊണ്ട് വന്നവനല്ലേ നീ? അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് സംയമനം പഠിക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല ദേവദത്ത. എന്നാൽ അതിനു മുൻപ് നീ നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകൂ. നിനക്ക് രാജാവിനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അയാളുടെ പുത്രിയെ എന്തിനാണ് ബന്ദിയാക്കി കൊണ്ടുവന്നത്? എന്തിനാണ് ദേവദത്ത? എന്തിനെന്ന് പറയൂ, പറയൂ. രാജകുമാരിയുമായി നിനക്ക് എന്തു ബന്ധമാണുള്ളത്? പരിധി വിട്ട് സംസാരിക്കരുത് രഘുരാജ്. നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സത്യമാണ്. മറുപടി നൽകൂ, മറുപടി നൽകൂ ദേവദത്ത, മറുപടി നൽകൂ ദേവദത്ത. നമുക്ക് മറുപടി നൽകൂ. എന്തിന്? നീ എന്തിനാണ് രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവന്നത്? മറുപടി തരൂ. എങ്ങനെയാണ് നാം പോവുക? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അവിടെ അവർ കലഹിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇവർ നമ്മെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. നിൽക്കൂ, നിങ്ങളൊന്ന് നിർത്തൂ. വിടൂ, വിടൂ. നിങ്ങൾ എന്താ നാം പറയുന്നത് മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് എന്താ നാം പറയുന്നത് മനസ്സിലാവാത്തത്? നാം പറയുന്നത് കേൾക്കൂ. നമുക്കിവിടെ ആരുമായും യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. നമുക്ക് ബന്ധമുള്ളത് കേവലം നമ്മുടെ രാജ്യത്തിലെ പ്രജകളുമായി മാത്രമാണ്. നമ്മുടെ പിതാശ്രീയെ നമുക്ക് കാണണം. നമ്മുടെ സഹായം ആവശ്യമാണ്. നാം നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മെ മോചിതയാക്കൂ, മോചിതയാക്കൂ. നമ്മെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ. ഇല്ല, ആരും എവിടേക്കും പോകുന്നില്ല. ഇത്രയും വലിയൊരു വിപത്ത് നീ എന്തിനാണ് കൊണ്ടുവന്നത് ദേവദത്ത? നീ എന്താണ് കരുതിയത്? രാജാവിന് പകരം രാജകുമാരിയെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ പ്രശംസിക്കുമെന്നോ? അല്ല, നാം രാജകുമാരിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയുമോ? ഇവരുടെ ഹത്യ നടത്താൻ. നമുക്ക് രാജാവിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിനു പകരം അദ്ദേഹത്തിന്റെ പുത്രിയെ കൊണ്ടുവന്നു. സ്വന്തം പിതാവിന്റെ പാപത്തിനുള്ള പ്രായശ്ചിത്തമിനി ഈ പുത്രിയുടെ രക്തം കൊണ്ടാകട്ടെ. നിനക്ക് ഇത്രയും നീചനാകാൻ കഴിയുന്നത് എങ്ങനെയാ? ഇത്രയുമേറെ ഇവളെ ബന്ദിയാക്കിയാലും ഇന്നു മുതൽ രാജകുമാരി ഞങ്ങളുടെ ബന്ധനത്തിലായിരിക്കും.
ഹത്യ നടത്താൻ കൊണ്ടുവന്നതാണോ ദേവദത്തൻ? ഹത്യ നടത്തുന്നതിന്റെ കാര്യം നീയാണോ പറയുന്നത്? അല്ല, ഹത്യയല്ല. നാം പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. മഹാരാജാവ് വിക്രമദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് അദ്ദേഹത്തിന്റെ പ്രിയപുത്രി രാജകുമാരി രൂപവതിയാണ്. അതുകൊണ്ട് ഇവളെ നമ്മുടെ വൈദ്യ സാമ്രാജ്യത്തിൽ ബന്ദിയാക്കി നാം സൂക്ഷിക്കുകയാണെങ്കിൽ, അതേ തുടർന്ന് മഹാരാജൻ വിക്രമദേവൻ ഇവിടേക്ക് വരുന്നതാണ് തന്റെ പുത്രി രൂപവതിയെ മോചിപ്പിക്കാൻ വേണ്ടി. ആ സമയത്ത് വേണം നാം തന്ത്രപൂർവം എങ്ങനെയെങ്കിലും ഉചിതമായ ശിക്ഷ മഹാരാജാവ് വിക്രമദേവന് നമുക്കെല്ലാവർക്കും നൽകാൻ സാധിക്കുക. നീ ഇത്രയും നീചനാണോ? ഇത്രയും ദയവില്ലാത്തവനാണോ? നിന്റെ നേത്രങ്ങൾക്ക് മുൻപിൽ ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു നാശം സംഭവിക്കുന്നത് നീ കണ്ടു. എന്നിട്ട് നീ ഇപ്പോഴും പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണോ?